प्रधानमंत्री प्राचीर की ओर अग्रसर। जब ये लाल किला बना था तब ये प्राचीर नहीं थी, इसे बाद में बनवाया गया और सन 1947 में पहली बार हमारा प्यारा तिरंगा राष्ट्रीय ध्वज यहीं इसी प्राचीर पर फहराया गया था। So the raincoats are out. A slight drizzle seems to be blessing the venue. Opportune moment in time. The heavens have held steady so far. The Prime Minister arriving at the first level of the ramparts. Raksha Mantri Shri Rajnath Singh. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും സൈനിക മേധാവികളും ചേർന്ന് സ്വീകരിക്കുകയാണ്. Chief of the Army, General Upendra Dwivedi, the Navy Chief. 2024 പ്രധാനമന്ത്രി 98 മിനിറ്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. 1947 ജവഹർലാൽ നെഹ്റു 72 മിനിറ്റാണ് പ്രസംഗിച്ചത്. 2015 88 മിനിറ്റ് നീണ്ടുനിന്ന പ്രസംഗത്തിലൂടെ നരേന്ദ്രമോദി ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡ് തകർത്തിരുന്നു. ഹ്രസ്വമായ പ്രസംഗം നടത്തിയത് ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയുമാണ്. 14 മിനിറ്റ് മാത്രം നീണ്ട പ്രസംഗങ്ങൾ ഇരുവരും നടത്തിയിട്ടുണ്ട്. മുൻ പ്രധാനമന്ത്രിമാരായ മൻമോഹൻ സിംഗും അടൽ ബിഹാരി വാജ്പേയിയും നടത്തിയ പ്രസംഗങ്ങളും വളരെ ഹ്രസ്വമായിരുന്നു. 105 millimeter light field guns will be commanded by Major Pawan Singh Shekhawat, and the gun position officer will be Subedar Ashutosh Sarkar. As soon as the national flag is hoisted by the Prime Minister, flower petals will be showered at the venue by 2 Mi-17 helicopters of the Indian Air Force, one trooping the national flag and the other trooping a flag depicting Operation Sindoor. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ദേശീയ പതാക ഉയർത്തിയാൽ ഉടൻ തന്നെ 2 Mi-17 ഹെലികോപ്റ്ററുകൾ ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി നടത്തും. അതിൽ ഒരു ഹെലികോപ്റ്ററിൽ ദേശീയ പതാക വഹിച്ചിട്ടുണ്ടാകും, മറ്റൊരു ഹെലികോപ്റ്ററിൽ ഓപ്പറേഷൻ സിന്ദൂർ പതാക വഹിച്ചിട്ടുള്ളതാകും. ഡൽഹിയിലെ ചെങ്കോട്ട, ആ സ്ഥലം വളരെ പുരാതനമായ ആ സ്ഥലം, അതിൻ്റെ ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. गौरी शंकर मंदिर और लाल किले के बाईं ओर सामने भोजला पहाड़ी पर സമീപമുള്ള ऐतिहासिक ഡൽഹിയിലെ ജുമാ മസ്ജിദ്, നിരവധി ക്ഷേത്രങ്ങൾ, त्याग बलिदान गुरुद्वारा, और श्रद्धा का प्रतीक गुरुद्वारा सीसगंज, जिसके सुनहरे गुंबद दूर से ही चमकते हैं. सर्व धर्म संभाव का विचार भारत के मूल में है और നാനാത്വത്തിൽ ഏകത്വം എന്ന ഇന്ത്യയുടെ ആശയം പ്രകടിപ്പിക്കുന്ന അങ്ങനെ ദൃശ്യമാകുന്ന സ്ഥലമാണ് ഡൽഹിയിലെ ചെങ്കോട്ട എന്ന് വിശേഷിപ്പിക്കാം. കാരണം ഈ ചെങ്കോട്ടയ്ക്ക് സമീപം അവിടെ നിരവധി വിശ്വാസികളുടെ ആരാധനാലയങ്ങളുണ്ട്. അതും ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയങ്ങൾ ഈ ചെങ്കോട്ടയ്ക്ക് സമീപമായുണ്ട്. ചരിത്രത്തിൻ്റെ പ്രൗഢി വിളിച്ചോതുന്ന സ്ഥലമാണ് ഡൽഹിയിലെ ചെങ്കോട്ട. അവിടെ ഇപ്പോൾ രാജ്യത്തിൻ്റെ 79ാം സ്വാതന്ത്ര്യ ദിനത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം അദ്ദേഹം പ്രസംഗം ആരംഭിക്കും. കേന്ദ്രമന്ത്രിമാർ, നേതാക്കൾ, സൈനിക മേധാവികൾ തുടങ്ങി ഇത്തവണത്തെ ഒരു സവിശേഷത വിവിധ രംഗങ്ങളിൽ എഴുത്ത്, സാംസ്കാരിക മേഖലയിലടക്കം സാഹിത്യ മേഖലയിലടക്കം ശ്രദ്ധേയമായ ചുവടുവയ്പ്പുകൾ നടത്തിയിട്ടുള്ള യുവ എഴുത്തുകാർ അടക്കം ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്നതാണ്. In fact, today we do more than just observe tradition and ceremony. We also momentarily pause to reflect and correct course, if required, on the true meaning of the words that end up punctuating our conversations on every 15th of August: freedom and independence. Words that seem fairly straightforward in their meaning, but കേരളത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് രാവിലെ 9 മണിക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ദേശീയ പതാക ഉയർത്തുക. അല്പസമയത്തിനകം ഡൽഹിയിലെ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. അദ്ദേഹം ദേശീയ പതാക അല്പസമയം മുമ്പാണ് ചെങ്കോട്ടയിൽ ഉയർത്തിയത്. അതിനു മുമ്പ് അദ്ദേഹം ഗാന്ധി സമാധിയായ രാജ്ഘട്ടിലെത്തി
അവിടെ പുഷ്പാർച്ചന നടത്തിയിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിച്ചേർന്നത്, ചെങ്കോട്ടയിലേക്ക് എത്തിച്ചേർന്നത്. This country designs its policies. The balance between change and continuity. Change bringing in fresh ideas, helping us keep pace with the times, taking into account newer sensibilities and needs, and continuity, on the other hand, allowing us to be rooted and strong with a sense of belonging. പ്രധാനമന്ത്രി to something നരേന്ദ്രമോദി bigger than us. ദേശീയ പതാക ഉയർത്തുകയാണ്. उन्यासीवां स्वाधीनता दिवस समारोह भारत का तिरंगा शान से लहरा रहा है. രാജ്യം 79ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഇതാ പ്രേക്ഷകർക്ക് കാണാം, MI-17 ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടി നടത്തുകയാണ്. ഭാരതത്തിന്റെ ദേശീയ പതാകയുമായി വഹിച്ചുകൊണ്ടുള്ള, അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ പതാക വഹിച്ചുകൊണ്ടുള്ള മറ്റൊരു വ്യോമസേനാ ഹെലികോപ്റ്ററും MI-17 ഹെലികോപ്റ്റർ, രണ്ട് ഹെലികോപ്റ്ററുകളും പുഷ്പവൃഷ്ടി നടത്തുന്നുണ്ട്. പ്രധാനമന്ത്രി ഇതാ പ്രസംഗത്തിനായി വേദിയിലേക്ക് കയറുകയാണ്. The National Flag Guard smartly marching away. These beautiful shots are strategically placed cameras. Some of the positions where our camera people are placed are in fact very difficult to reach also. നേരിയ മഴയെ അവഗണിച്ചും ആയിരങ്ങളാണ് ഡൽഹിയിലെ ചെങ്കോട്ടയിൽ എത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. നേരത്തെ പ്രധാനമന്ത്രിക്ക് സൈന്യം ഗാർഡ് ഓഫ് ഓണർ നൽകിയിരുന്നു. 98 പേരാണ് ഈ സൈനിക സംഘത്തിൽ ഉണ്ടായിരുന്നത്. പ്രധാനമന്ത്രിക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകിയ സംഘത്തിലുണ്ടായിരുന്നത്. नेशनल फ्लैग गार्ड के जवान सुनहरी संगीतमय धुन पर अनुशासित ढंग से ज्ञान पथ के सामने से प्रस्थान कर रहे हैं और उत्कंठा से प्रतीक्षा माननीय प्रधानमंत्री महोदय के उद्बोधन